Good evening, all. Welcome to Chemflix. Welcome. Chemistry Part 2 NCERT Exercise Class 12 Haloalkanes and Haloarenes. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന് മുന്നേ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കോട്ട് പിന്നെ പറയുവാണ്, ദ മോർ യു പ്രാക്ടീസ് ദ ബെറ്റർ യു ഗെറ്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കുറച്ച് പ്രോസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കത് കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാനും പറ്റുള്ളൂ, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു, നോമൻക്ലേച്ചർ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഗീവ് ദി IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അനുസരിച്ചിട്ടുള്ള ഈ 6 എണ്ണത്തിൻ്റെ 6 കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കളയണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. CH3 CHCl CHBr CH3. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇതിന് നമുക്ക് എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ CH3, അത് കഴിഞ്ഞ് CH, ബ്രാക്കറ്റിൽ കിടക്കുന്നതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ല Cl, പിന്നെ CH, ഇവിടെ ബ്രോമിൻ ഉണ്ട്, പിന്നെ CH3 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്ട്രെയിറ്റ് ചെയിൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, 1 2 3 4. അപ്പോൾ 1 2 3 4 എന്ന് സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്പറിങ് തന്നെ കൊടുത്തേക്കാം, 1 2 3 4. ഇനി ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബ്രോമിൻ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ക്ലോറിൻ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂവൻ്റ് പിന്നെയും പറയുമ്പം ഇത് ക്ലോറോയും അത് ബ്രോമോയും. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യമേ ബ്രോമോ വരും. സോ നമ്പറിങ് അനുസരിച്ച് കൊടുക്കാം. 2 ബ്രോമോ, 2 ബ്രോമോ, വീണ്ടും ഹൈഫൻ, സോറി പേര് മാറ്റാം, 2 ബ്രോമോ. 3യിലാണ് അടുത്ത സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത്. അപ്പോൾ 3 ക്ലോറോ, 2 ബ്രോമോ, 3 ക്ലോറോ. സ്ട്രെയിറ്റ് ചെയിനിൽ മൊത്തം 4 കാർബൺ ഉണ്ട്. സോ ബ്യൂട്ട് വരും. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ബ്യൂട്ടൈൻ വരും. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ടൈൻ. 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ടൈൻ. ഓക്കെ, ഇനി ഈ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് കാണാം. സ്പീഡ് കുറവാണെങ്കിൽ 1x 2x ഇട്ട് കാണാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇതാണ്, CHF2 CBr CLF എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കിക്കേ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ CHF2, അപ്പോൾ CH എഴുതി, അതിൽ F2 കൊടുക്കാൻ. അപ്പോൾ 2 ഫ്ലൂറിൻ ഞാൻ താഴത്തേക്കും ഇവിടത്തേക്കും എഴുതി. ഇനി അടുത്ത ഒരു C ആണ്. ആ Cl Br ഉണ്ട്, പിന്നെ Cl ഉണ്ട്, പിന്നെ F ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ചെയിനിൽ ആകെ 2 കാർബണാറ്റേ ഉള്ളൂ. സോ എന്താണെങ്കിലും പേരന്റ് ചെയിൻ വരുന്നത് ഈഥേൻ ആയിരിക്കും, ETHANE. ഇനി നമുക്കിതിൻ്റെ പിന്നെ നമ്പറിങ് കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ കാർബണാറ്റം ഇവിടെ കൊടുക്കാം 1, ഇത് 2 എന്ന് കൊടുത്താൽ നമ്പറിങ് വരുമ്പം ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ബ്രോമോ ഉണ്ട്, ക്ലോറോ ഉണ്ട്, ഫ്ലൂറോ ഉണ്ട്. അപ്പോൾ BCF ആദ്യത്തെ നെയിമിങ് വരുന്നത് B. അപ്പോൾ നമുക്ക് 1 ഹൈഫൻ ബ്രോമോ, വീണ്ടും ഹൈഫൻ കൊടുത്തു 1 ഹൈഫൻ ക്ലോറോ, വീണ്ടും ഹൈഫൻ കൊടുത്തു 1 കൊടുത്തു ഫ്ലൂറോ, 1 ബ്രോമോ 1 ക്ലോറോ 1 ഫ്ലൂറോ. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ നമ്മൾ 1 ഫ്ലൂറോ എന്ന് പറഞ്ഞു. ഇവിടെ മൊത്തം എത്ര ഫ്ലൂറിനുണ്ട്? 1 2 3 ഫ്ലൂറിനുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മൊത്തം 3 ഫ്ലൂറിൻ ആറ്റംസ് ഉള്ളത് കൊണ്ട് ഈ കോമ്പൗണ്ടിൽ ഇത് ഒരു ഫ്ലൂറിൻ, ഇതൊരു ഫ്ലൂറിൻ, ഇതൊരു ഫ്ലൂറിൻ. അപ്പോൾ നമുക്ക് ഈ 1 ഫ്ലൂറോ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് അവിടെ നമ്പർ കൊടുത്തിട്ട് 1, 2, 2 ഹൈഫൻ ട്രൈ ഫ്ലൂറോ എന്ന് എഴുതാം. മനസ്സിലായോ? 3 ഫ്ലൂറോ ഉള്ളത് കൊണ്ട് FLURO, 3 ഫ്ലൂറോ ഉള്ളത് കൊണ്ട് കോമൺ ആയതുകൊണ്ടും ട്രൈ ഫ്ലൂറോ എന്ന് എഴുതി നമ്പറിങ് മാത്രം കൊടുത്തു ഈഥെയിൻ. അപ്പോൾ ഇതിൻ്റെ നെയിമിങ് വരുന്നത് എങ്ങനെയാണ്? 1 ബ്രോമോ 1 ക്ലോറോ 1, 2, 2 ട്രൈ ഫ്ലൂറോ ഈഥെയിൻ. മനസ്സിലായല്ലോ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്, Cl CH2C ട്രിപ്പിൾ ബോണ്ട് CH2Br. പിന്നെ എഴുതുവാണെങ്കിൽ ഒരു CH2 ഇവിടെ ഉണ്ട്, ആ CH2 ഇവിടെ ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു C ട്രിപ്പിൾ ബോണ്ട് C,
ഇത് CH2ലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ Br. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ നോക്കുവാണെങ്കിൽ 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. സോ ബ്യൂട്ട് ആയിരിക്കും. ബ്യൂട്ടിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്താ നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. സോ ബ്യൂട്ട് 2Y, പേരന്റ് ചെയിൻ ഇത്. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമോ ഉണ്ട്, നാലാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറോ ഉണ്ട്. ആദ്യം ബ്രോമോ വരണം. സോ 1 ബ്രോമോ 1 ഹൈഫൻ ബ്രോമോ ഹൈഫൻ 4 ഹൈഫൻ ക്ലോറോ ബ്യൂട്ട് 2Y എന്ന് വരും. 1 ബ്രോമോ 4 ക്ലോറോ ബ്യൂട്ട് 2Y. ഈസി അല്ലേ? അതെ. CCl3 CCl3 ത്രൈ CCl എങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു CCl3 ഗ്രൂപ്പ് ഇവിടെ എഴുതി which is attached to this carbon atom. ഒരു CCl3 ഗ്രൂപ്പ് ഇവിടെ എഴുതി which is also attached to this carbon atom, this carbon atom. Again one more CCl3 ഇവിടെ എഴുതി which is attached to this carbon atom, ഇവിടെ ഒരു Cl എഴുതി. നമ്പറിങ് കൊടുക്കുമ്പോഴേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ചെയിൻ വേണം. ആ സ്ട്രെയിറ്റ് ചെയിൻ നമ്പർ കൊടുക്കാനായിട്ട് CCl3 അല്ലേ, അപ്പോൾ ഇതൊരു കാർബൺ ആറ്റം 1, ഇത് രണ്ടാമത്തെ കാർബൺ ആറ്റം 2, ഇത് മൂന്നാമത്തെ കാർബൺ ആറ്റം 3. നമ്പറിങ് കൊടുക്കുമ്പോൾ CL3 3 ഉണ്ട് ഇവിടെ, അഗെയിൻ CL3 3 ഉണ്ട് ഇവിടെ, ഇവിടെ ഒരു Cl ഉണ്ട് 3. അതിനെ നമുക്ക് ആദ്യം കാണിച്ചേക്കാം സ്ട്രെയിറ്റ് ചെയിനിലുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എടുത്തു. ഇത് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് എക്സ്ട്രാ ഉള്ളതായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഗറിനെ വേറൊരു രീതിയിൽ വരച്ച് കാണിക്കാം. അതായത് CL3 ഞാൻ ഇവിടെ എഴുതി. ഇത് വേണ്ട, ഒരു എറേസർ എടുത്തോട്ടെ, സോറി ഒരു മിനിറ്റ്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ കാർബൺ ആറ്റം എഴുതി. ഇവിടെ ഞാനൊരു CCl3 എഴുതി. കണ്ട, സ്ട്രെയിറ്റ് ചെയിൻ ആയി. ഇനി ഇവിടെ ഞാൻ ഒരു ക്ലോറിൻ ആറ്റം എഴുതി, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നമ്പർ 1. ഇവിടെ നമ്മുടെ CCl3, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നമ്പർ 2. സംഗതി സെയിം അല്ലേ? അപ്പൊ ഇനി ഈ നമ്പറിന് കൊടുത്തു 1 2 3 എന്ന നമ്പർ കൊടുത്തു. ഇനി സെയിം ആയിട്ടുള്ള ക്ലോറിൻ ആറ്റത്തിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. ഇത് സെയിം ആണ്, ഇത് സെയിം ആണ്, ഇതും സെയിം ആണ്. നമുക്ക് ഇപ്പൊ ഈ നെയിം കൊടുക്കുമ്പോൾ ഇതിനെ നമുക്ക് വേറൊരു നെയിം ആയിട്ട് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ 1 1 1 1 1 1 ഇവിടുത്തെ 3 ക്ലോറോ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ഒരു ക്ലോറോ കാണിക്കാൻ വേണ്ടി 2 ഇട്ടു. ഇനി ഇവിടുത്തെ 3 ക്ലോറോ കാണിക്കാൻ വേണ്ടിയിട്ട് 3 3 3. ഇപ്പൊ മാത്രം എത്രയായി? 3 3 6 1 7 ആയി. അപ്പൊ ഹെപ്റ്റാ ക്ലോറോ 7 ക്ലോറോ ഹെപ്റ്റാ ക്ലോറോ. ഇനി നമുക്ക് ഈ രണ്ടാമത്തേൽ ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് 2 ഹൈഫൻ, രണ്ടാമത്തേൽ ട്രൈക്ലോറോ മീഥൈൽ സ്ട്രെയിറ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. പ്രൊപ്പെയിൻ, ട്രൈക്ലോറോമീഥൈൽ പ്രൊപ്പെയിൻ. ഒന്നുകൂടെ പറയട്ടെ, പ്രൊപ്പെയിൻ. അതായത് ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ കിട്ടും 1 2 3. അപ്പോൾ നമ്മുടെ പേരന്റ് ചെയിൻ പ്രൊപ്പെയിൻ ആണ്. ഈ പേരന്റ് ചെയിനിൽ ഇത്രയും ക്ലോറിൻ ആറ്റം നമുക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് 1 1 1 ഹെപ്റ്റാ ക്ലോറോ കാണിച്ചു. ഇനി ഇതിനെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് കാണിച്ചു, ട്രൈക്ലോറോ ഈ മീഥൈൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് കാണിച്ചു. അത്രയേ ഉള്ളൂ. സംഗതി സിമ്പിൾ ആണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവരുത്. ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കണമെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ്. കുറച്ചുകൂടി ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. CH3C പാരാക്ലോറോ C6H4 ട്വൈസ്. അപ്പോൾ ഇത് ഒരു അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ കാർബൺ ആറ്റത്തിലാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഒരു CH3 എഴുതി, രണ്ടാമത് ഇവിടെ ഒരു C എഴുതി. ആ സിയിൽ 2 അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാണ് ഇതാ ഈ പറയുന്ന അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞ് വീണ്ടും CH, ഇവിടെ ഒരു Br, വീണ്ടും നമ്മുടെ CH3. ഇനി പാരാക്ലോറോ ഇതിനെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു ബെൻസീൻ റിങ് വരച്ചു. ബെൻസീൻ റിങ്ങിനെ വരച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിനെ വരച്ചു. ഇനി ഈ ബെൻസീൻ റിങ്ങിന്റെ പാരാ പൊസിഷനാണ് പറഞ്ഞേക്കുന്നത് ക്ലോറിൻ ഉള്ളത്. അപ്പൊ ഇവിടെ 4th പൊസിഷനിൽ ക്ലോറിൻ കാണിച്ചു. സംഗതി മനസ്സിലായോ? അപ്പൊ ഇതിന്റെ IUPAC നെയിമിങ് വരുമ്പോൾ നോക്കിക്കേ, നമുക്കിതിന് 1 നമ്പർ കൊടുക്കാം, 2 നമ്പർ കൊടുക്കാം, 3 നമ്പർ കൊടുക്കാം, 4 നമ്പർ കൊടുക്കാം. സ്ട്രെയിറ്റ് ചെയിനിൽ അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. സോ പേര് വരുന്നത് എന്തായിരിക്കും? ബ്യൂട്ടേനായിരിക്കും പേര് വരുന്നത്. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ആരാ? ബ്രോമിനാണ് ഉള്ളത്. സോ 2 ഹൈഫൻ ബ്രോമോ. ഇനി മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ 3 3 സെയിം ആയിട്ടുള്ള 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും. സോ 3 ഹൈഫൻ ബിസ്. ബിസ് എന്ന് പറയുമ്പോൾ 2 എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നാലാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറിനുള്ള ഒരു ഫിനൈൽ റിംഗ് ആണുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ബിസ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 4 ക്ലോറോ ഫിനൈൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേര് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, 2 ബ്രോമോ 3 ഹൈഫൻ ബിസ് 4 ക്ലോറോ ഫിനൈൽ ബ്യൂട്ടൈൻ എന്നായിരിക്കും പേര് വരുന്നത് കേട്ടോ. ഇത് കൂടുതലായിട്ട് എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ.
നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് CH3 thrice, CH double bond, CCl, C6H4, IP, അതായത് പാരാ പൊസിഷനിൽ ഐഡിൻ ഉണ്ട്. ആ ഐഡിൻ ഈസ് അറ്റാച്ച്ഡ് ടു ഫിനൈൽ റിംഗ്. ഫിനൈൽ റിംഗ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, എഴുതി നോക്കാം. CH3 thrice, അപ്പം 3 CH3 കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 CH3 ഗ്രൂപ്പിനെ, മീഥൈൽ ഗ്രൂപ്പിനെ ഇങ്ങനെ എഴുതി. ഓക്കെ, ഈ കാർബൺ ആറ്റം ഫർദർ ഒരു CH ഡബിൾ ബോണ്ട് സിയിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നു. അവിടെ ഒരു CL ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു ഫിനൈൽ റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫിനൈൽ റിംഗിന്റെ പാരാ പൊസിഷനിൽ ഒരു ഐഡിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ സംഗതി. ഏതാ? നമ്മുടെ കോമ്പൗണ്ട്. ഇനി ഇതിന്റെ നെയിമിങ് കൊടുക്കാമല്ലോ. നെയിമിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് പ്രയോറിറ്റി കൂടുതൽ ഫിനൈൽ റിംഗ് ആയതുകൊണ്ട് ഇവിടുന്ന് നമ്പറിങ് കൊടുക്കാം. 1, ഇവിടെ 2, ഇവിടെ 3, ഇതിന് 4. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്പർ കൊടുക്കുമ്പോൾ 1 ക്ലോറോ 1, ഇവിടെ നമ്മുടെ ക്ലോറോ ഉണ്ടല്ലോ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ക്ലോറിൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിനൈൽ വരുന്നത്. അപ്പം 1 ക്ലോറോ. ഈ ഫിനൈൽ റിങ്ങിന്റെ പേര് പറയുമ്പം 1, വീണ്ടും ഒരു ഹൈഫനിട്ട് 1. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 4 ഹൈഫൻ അയഡോ ഫിനൈൽ. 4 അയഡോ ഫിനൈലിനാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്. 4 അയഡോ ഫിനൈൽ. അതും ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണുള്ളത് 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ 3,3 ഡൈമീഥൈൽ. രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടെങ്കിൽ ഡൈമീഥൈൽ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസ് ട്രിസ് എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് 3,3 ഡൈമീഥൈൽ. ഇനി മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4 ബ്യൂട്ട്. ഇനി ബ്യൂട്ടിന്റെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് കണ്ടോ? കണ്ടു. അപ്പൊ ബ്യൂട്ട് 1 ഈൻ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാ CH3 ത്രൈസ്, 3 CH3, ഇതൊന്ന്, ഇത് 2, ഇത് 3, 3 CH3 ഇതാ ഈ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ആ കാർബൺ ആറ്റം അടുത്ത CHനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ CH ഈസ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ട് തന്നെ, വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം, ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഒരു ക്ലോറിൻ ആറ്റം, then it is attached to para iodophenyl, അല്ലെങ്കിൽ 4 iodophenyl. അപ്പോൾ 4 iodophenyl റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ സംഗതി തന്നെ നമ്മൾ നമ്പറിങ് കൊടുത്തു. ക്ലോറിൻ്റെ അറ്റാച്ച്മെന്റ് ക്ലോറോ എന്നുള്ളത് ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് ആയതുകൊണ്ട് 1 ക്ലോറോ 1 4 iodophenyl 3 ഡൈമീഥൈൽ. കണ്ട മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരേപോലത്തെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഡൈമീഥൈൽ ബ്യൂട്ട് 1 മീൻ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ. അങ്ങനെ 6.2 കഴിഞ്ഞു, 6.1 കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് 6.3 ആണ്. അപ്പോൾ 6.2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിവതും മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 6.3 നോക്കുവാണെങ്കിൽ റൈറ്റ് ദി സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് ഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫോളോയിങ് ഓർഗാനിക് ഹാലജൻ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ നേരത്തെ ചോദിച്ചത് സ്ട്രക്ചർ തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ IUPAC നെയിം എഴുതാനായിരുന്നു. ഇപ്പൊ IUPAC നെയിംസ് തന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2 ക്ലോറോ 3 മീഥൈൽ പെൻറ്റെയ്ൻ. പെൻറ്റെയ്ൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം. 1, 2, 3, 4, 5. ഇനി 2 ക്ലോറോ. അപ്പൊ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഇപ്പൊ നമ്പറിങ് കൊടുക്കുമ്പോൾ നമുക്ക് 5 എണ്ണം ഇട്ടിട്ടുണ്ടല്ലോ. 1, 2, 3, 4, 5. എവിടുന്ന് വേണേലും നമ്പറിങ് കൊടുക്കാൻ നമ്മളെ ഇഷ്ടം. 2 ക്ലോറോ. അപ്പൊ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ക്ലോറിനുണ്ട്. 3 മീഥൈൽ. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തേതില് രണ്ടാമത്തേതില് ക്ലോറോ, മൂന്നാമത്തേന് മീഥൈൽ ഗ്രൂപ്പ് പെൻറ്റെയ്ൻ. അപ്പൊ ബാക്കി നമുക്ക് ഹൈഡ്രജന്റെ വാലൻസി നോക്കിയാൽ മതി. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം വിട്ടു. CH3 ഇവിടെ 3 എണ്ണമായി. അപ്പൊ ഇവിടെ ഒരെണ്ണം വിട്ടു. 3, 1, 4. ഇവിടെ 3 എണ്ണമായി, ഒരെണ്ണം വിട്ടു. 3, 1, 4. ഇവിടെ 1, 2 എണ്ണമായി. അപ്പൊ ബാക്കി CH2. ഇനി ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ CH3. സോ ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് 2 ക്ലോറോ 3 മീഥൈൽ പെൻറ്റെയ്ൻ. ആദ്യമേ നമ്മൾ സ്കെലിറ്റൺ വരയ്ക്കുക. സ്കെലിറ്റനകത്ത് സബ്സ്റ്റിറ്റ്യൂവൻസ് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി വാലൻസീസ് ഓഫ് ദ കാർബൺ ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരാബ്രോമോ ക്ലോറോ ബെൻസീൻ. അപ്പോൾ പാരാബ്രോമോ ക്ലോറോ ബെൻസീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പേരന്റ് ചെയിൻ അല്ലെങ്കിൽ പേരന്റ് എന്ന് പറയുന്നത് ബെൻസീനാണ്.
അതിൽ പാരാ പൊസിഷനിൽ ബ്രോമോ, അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറോ ഉണ്ട്, നാലാമത്തെ പൊസിഷനിൽ ബ്രോമോ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ പാരാ ബ്രോമോ ക്ലോറോ ബെൻസീൻ ഇങ്ങനെ വരും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 1 ക്ലോറോ 4 ഈഥൈൽ സൈക്ലോഹെക്സേൻ. സൈക്ലോഹെക്സേൻ ആണ് അപ്പോൾ ഇവിടുത്തെ പേരന്റ് ചെയിൻ. ഞാനൊരു സൈക്ലോഹെക്സേനെ കിടത്തി വരച്ചു. ഇതാ സൈക്ലോഹെക്സേൻ 4 കാർബൺ. അത് റിങ് ഇടരുത്, റിങ് ഇട്ട് അത് ബെൻസിൻ ആവും. ഇപ്പോൾ ഇത് സൈക്ലോഹെക്സേൻ. ആ സൈക്ലോഹെക്സേന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറോ, അപ്പോൾ ഞാൻ ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറോ വരച്ചു. ഇപ്പോൾ ഇവിടെ നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാലാമത്തെ പൊസിഷനിൽ നമ്മളൊരു C2H5 ഗ്രൂപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് 1 ക്ലോറോ 4 ഈഥൈൽ സൈക്ലോഹെക്സേൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറോ, അത് കഴിഞ്ഞ് 1 2 3 നാലാമത്തെ പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ്. ഈഥൈൽ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 2 ക്ലോറോഫിനൈൽ 1 അയഡോ ഒക്ടെയിൻ. അപ്പോൾ 1 അയഡോ ഒക്ടെയിൻ എന്ന് പറയുമ്പം മൊത്തം ഒക്ടെയിൻ എന്ന് പറയുമ്പോൾ 8 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6 7 8. ഈ 8 കാർബൺ ആറ്റം ഉണ്ട്. 8 കാർബൺ ആറ്റത്തിൽ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അയഡിൻ ഉണ്ട്. അപ്പോൾ അതാ ഈ അയഡിൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ കാർബൺ ആറ്റമാണ്, ഇത് രണ്ടാമത്തെ കാർബൺ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ആരാ ഉള്ളത്? ഒരു 2 ക്ലോറോ ഫിനൈൽ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്. ആ ഫിനൈൽ റിംഗ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ്. അപ്പോൾ ആ ഫിനൈൽ റിങ്ങിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ പൊസിഷൻ ആണെങ്കിൽ ഇത് രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതാണ് 2 ക്ലോറോഫിനൈൽ. ഇതിപ്പോൾ നമ്മൾ 2 ക്ലോറോഫിനൈൽ, ഇതൊന്ന് ഇത് 2 2 ക്ലോറോഫിനൈൽ. ഇനി ബാക്കി കാർബൺസ് നമ്മൾ ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക. CH3 CH2 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 CH2. അവിടെ ഓൾറെഡി 3 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, CH. ഇനി ഇവിടെ 2 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, സോ CH2. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫിനൈൽ റിങ്ങിനകത്ത് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, വിച്ച് ഈസ് അറ്റാച്ച് ടു ദ സെക്കൻഡ് കാർബൺ ആറ്റം. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു CH2I ഉണ്ട്. ഇനി ബാക്കി വരുന്ന CH2 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 CH3. So this is 2 chlorophenoyl 1 അയഡോ ഒക്ടെയിൻ. ഓക്കെ അല്ലേ? അങ്ങനെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്ലോറോ 3 മീഥൈൽ പെൻറ്റൈൻ. ഡൗട്ടൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല. പിന്നെ രണ്ടാമത്തത് പാരാ ബ്രോമോ ക്ലോറോ ബെൻസീൻ, അതിനും ഡൗട്ട് ഇല്ലായിരുന്നു. മൂന്നാമത്തെ 1 ക്ലോറോ 4 ഈഥൈൽ സൈക്ലോഹെക്സേൻ, ഒരു കുഴപ്പമില്ലായിരുന്നു. നാലാമത്തെ 2 ക്ലോറോഫിനൈൽ 1 അയഡോ ഒക്ടെയിൻ. ഇനിയുള്ള 4 ക്വസ്റ്റ്യൻ 2 ബ്രോമോ ബ്യൂട്ടൈൻ എളുപ്പമാണ്. 4 ടെർഷ്യറി ബ്യൂട്ടൈൽ 3 അയഡോ ഹെപ്റ്റൈൻ, 1 ബ്രോമോ 4 സെക്കൻഡറി ബ്യൂട്ടൈൽ 2 മീഥൈൽ ബെൻസീൻ, 1 4 ഡൈബ്രോമോ ബ്യൂട്ട് 2 ഈൻ. നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. Okay, that's all for today. See you tomorrow. Bye.